You have been an example to the whole of India. Your community has been together. Whichever religion you belong to, you have always stood together and shown India, shown the rest of the world what it means to be united. നിങ്ങൾ ഒരു സമൂഹം എന്ന രീതിയിൽ എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ കാണിച്ചു കൊടുക്കുന്നു ഒരുമയുടെ സന്ദേശം നിങ്ങൾ നൽകുന്നവരാണ്. Instead of encouraging you to stay together, to be united so that you can develop together, what is happening today? You are encouraged to fight with each other. Divisiveness is sowed between you. നിങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ, നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. So when you evaluate the state government that has been in government for 10 years now, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ ask yourselves, what happened to the trust you placed in them? നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഈ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം എന്തു സംഭവിച്ചു എന്നുള്ളത്. This trust with which you are standing here and waiting for us, you gave them this trust when you elected them into the state. നിങ്ങൾ ഇന്നിവിടെ കാത്തു നിൽക്കുമ്പോൾ, നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ, ഒരു ഘട്ടത്തിൽ 10 വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. That trust is broken today. ആ വിശ്വാസത ഇന്ന് തകർന്നിരിക്കുന്നു. Because politics, power and other concerns have taken precedence over you, your needs. കാരണം രാഷ്ട്രീയം, അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മേലെ ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു. So I want to say to you standing here today, it's time for change. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ്. It's time to bring back people who work with dedication and commitment and sincerity towards you. നിങ്ങളോട് ആത്മാർത്ഥതയോട്, സമർപ്പണബോധത്തോടു കൂടി, നിങ്ങളോട് ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു. Aryadan Shaukat ji is standing here today. ആര്യാടൻ ഷൗക്കത്ത് ജി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. He is honest, he is dedicated, he is committed to service to you. അദ്ദേഹം നിങ്ങളോടുള്ള പ്രവർത്തനത്തിന്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രതിബദ്ധതയോടെ ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരാളാണ്. He has worked at every political level, starting from the panchayat. അദ്ദേഹം പഞ്ചായത്ത് മുതൽ ഈ രാഷ്ട്രീയത്തിലെ എല്ലാ ശ്രേണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. He understands your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. He understands your issues. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. But more than anything else, my sisters and brothers, എൻ്റെ സഹോദരി സഹോദരന്മാരെ, അതിനേക്കാൾ എല്ലാം ഉപരിയായി he respects the trust that you place in him. നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു, അദ്ദേഹം അത് വിലക്കെടുക്കുന്നു. And I think there is nothing more important today in the politics of our country, in the politics of us, of your state, in the politics of the world. There is nothing more important today than that you have representatives who put you before everything else, who respect the trust you give them, who respect the affection you give them, who respect their duty and responsibility towards you. അതുകൊണ്ട് ഇന്ന് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ്. This is a by-election, but it is the beginning. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഇതൊരു തുടക്കമാണ്. It is the first step from which the people of Kerala have to give a message to each other. We want a politics which is honest towards us. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന, തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്, ഒരു സന്ദേശമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം. We will not accept a politics that ignores our needs, that ignores our issues, that does not help us to stand up on our own feet and does not strengthen us as a community and as a people.
നമ്മുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ വിഷയങ്ങളെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് നമ്മൾ ഒരുമിച്ച് നമ്മളെ ശക്തിപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയത്തിന് പിന്തുണ നൽകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. So I ask you today, my sisters and brothers, to stand united, to vote for those who work hard for you, who understand that honesty towards you, that dedication towards you, that service towards you is why they are all assembled on this stage. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. And on a personal note, അതുപോലെ തന്നെ ഒരു വ്യക്തിപരമെന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ, I am your MP. ഞാൻ നിങ്ങളുടെ MP ആണ്. If the MLA here is of my party, of the UDF, it makes it easier for us to work for you. അതുകൊണ്ട് ഈ നിലമ്പൂരിൽ ഇവിടെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട, എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുറെ കൂടി ആയാസരഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. It strengthens my hands when I want to do projects here. It makes it easier for me if I want to make some development over here. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം, പ്രതികരിക്കണമെങ്കിൽ എൻ്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുള്ളപ്പോൾ അതിനും നമുക്ക് ശക്തി പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. It gives us double the strength to serve you. നമുക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. So please strengthen Aryadan Shawkatji's hands. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിയുടെ കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക. And in this election, show everybody how strongly you support the UDF. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങൾക്ക് സന്ദേശം നൽകുക, എത്ര ശക്തിയായാണ് നിങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതിന്. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you're working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച്, എൻ്റെ സഹപ്രവർത്തകർ, UDF-ലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. I compliment you for your efforts. നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. And I would like to remind you that we start now, but we do not finish until we have won the election, until not only this by-election, we have won the state and we form a government in Kerala that works for the people of Kerala. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നിന്നല്ല തീരുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി ഈ കേരളത്തിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത് വരെ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. Thank you very much once again for your love, for your affection, for your support. നിങ്ങൾ നൽകുന്ന